കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എഫീസ്യർ 6-10-11 വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുകയും. നല്ലൊരു അനുഗ്രഹീതമായ തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം മാറും, അവസ്ഥ മാറുവാനായിട്ട് ഇടയായിത്തീരും. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. തിരുവചനത്തിൽ നിന്ന് വിടുതൽ പുറപ്പെടുന്ന ഒരു കാലമാണിത്. കർത്താവ് നമ്മെ ഒരു പാറമേലാണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. തന്ത്രശാലിയായ പിശാച് നമ്മെ കീഴ്പ്പെടുത്തി കളയുവാൻ ഇടവരുത്തരുത്. പിശാചിന്റെ കയ്യിൽ തന്ത്രം മാത്രമാണുള്ളത്, ആയുധം ഇല്ല. നമ്മുടെ കയ്യിൽ സർവായുധ വർഗമാണുള്ളത്. പക്ഷേ പിശാചിന്റെ കയ്യിൽ യാതൊരു ആയുധവുമില്ല. ദൈവകൃപയിൽ പറയട്ടെ, ആയുധമുള്ളവനും ആയുധം ഇല്ലാത്തവനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആയുധമുള്ളവനെ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവമക്കളുടെ കയ്യിൽ സർവായുധമാണ് കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവ് തന്നിരിക്കുന്ന തിരുവചനമാണ് അധികാരം. പൗലോസ് ക്രിസ്തുവിൽ നമ്മോട് സംസാരിക്കുന്നത് പോലെ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. നമ്മുടെ പ്രത്യാശ എന്നത് നിത്യതയാണ്. ഏത് ഇരുട്ടിന്റെ ഇടയിലും ഒരു വെളിച്ചമായി നമുക്ക് നടക്കുവാൻ സാധിക്കും. ഈ ലോകത്തിന് കീഴ്പ്പെട്ടു പോകാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ പ്രത്യാശയിൽ ജീവിക്കാൻ കഴിയണം. പ്രിയരെ, നമ്മെ ആർക്കും വേണ്ടാതിരുന്നൊരു മാസ്ക് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അന്ന് കരം തന്ന് നമ്മളെ മാറോട് ചേർത്ത് കഴിക്കാൻ ഭക്ഷണവും ധരിക്കാൻ വസ്ത്രവും അങ്ങനെ പാർപ്പാൻ പാർപ്പിടവും അങ്ങനെ ആവശ്യമായതെല്ലാം നമുക്ക് നൽകി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മാനിക്കുന്ന, നമ്മളെ കരുതുന്ന ദൈവത്തെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതിയോ? പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ കർത്താവിന്റെ അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിച്ച് ദൈവത്തിന്റെ കൃപയിലും പ്രത്യാശയിലും ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ട് ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.